ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും പരിചിതമായ നമ്മുടെ ഷാർജയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷാർജ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത് അറിയാവുന്നവരാണെങ്കിൽ ക്ഷമിച്ചേക്കുക. അപ്പോൾ നമുക്ക് ഷാർജ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 1/2 ലിറ്റർ പാലാണ്. ഞാൻ മിൽമയുടെ കവർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഫ്രീസറിലിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിനെ ആ കവറോട് കൂടി തന്നെ പുറത്തെടുത്തിട്ട് ഞാൻ ചപ്പാത്തി നമ്മൾ പരത്തുന്ന ആ കോലുണ്ടല്ലോ, ആ കോലിട്ട് 1-2 അടി കൊടുത്തിട്ട് നമ്മുടെ ആ പാലിനെ ഞാൻ കട്ട ഉടച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ പാല് മേടിക്കുക. പാല് മേടിച്ചിട്ട് ഐസ് ട്രേ ഉണ്ടല്ലോ, ഐസ് ട്രേയിൽ വയ്ക്കുക, ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഐസ് ക്യൂബ്സായിട്ട് നമ്മുടെ ആ പാലിൻ്റെ ഐസ് ക്യൂബ്സായിട്ട് എടുത്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് വേണ്ടത് നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ബൂസ്റ്റ് അറൗണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം അളവ് ബൂസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് 4 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ രസകദളി പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊരു മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 10-15 കാഷ്യൂനട്ട് കാണും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരിക. നമ്മളെല്ലാം ഒരുമിച്ചിടുമ്പോൾ കാഷ്യൂനട്ട് അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടത്തില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് പൊടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്, ചെറുതായിട്ടേ പൊടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചെറുപഴമാണ്. അത് നമ്മളൊരു 3-4 പീസായിട്ട് ജസ്റ്റ് കൈവച്ച് ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബൂസ്റ്റാണ്. 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 6 ടേബിൾ സ്പൂണോളം അളവ് പഞ്ചസാര എടുത്ത് വെച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവസാനം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കട്ടിയായിട്ടുള്ള പാലാണ്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ അരച്ചെടുത്തിട്ട് വരിക. ഇത് അറൗണ്ട് 1 മിനിറ്റ് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അങ്ങനെ അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഷാർജയുടെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് ഞാൻ ഡെക്കറേഷന് വേണ്ടി കുറച്ച് കാഷ്യൂനട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ ജസ്റ്റ് ഒരു കളർഫുള്ളിന് വേണ്ടി ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അറൗണ്ട് ഒരു 3 ഗ്ലാസിൻ്റെ ഷാർജ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ എല്ലാവരും തയ്യാറാക്കി കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.